ഹലോ കൂട്ടുകാരെ, നമ്മൾ +1 കെമിസ്ട്രിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കാം, 4 ടൈപ്പ് സ്ട്രക്ചർ ഐസോമസം, 1 പൊസിഷൻ ഐസോമസം, 2 ചെയിൻ ഐസോമസം, 3 ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമസം, 4 മെറ്റാമസം. ചെയിൻ ഐസോമസം എന്ന് പറയുന്നത് അവരുടെ സ്ട്രക്ചറിന് വ്യത്യാസം വരുവാണെങ്കിൽ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും. മോളിക്കുലർ ഫോർമുല എന്ന് പറഞ്ഞാൽ എത്ര കാർബൺ ആറ്റം ഉണ്ടോ, എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടോ, ഇനി ഓക്സിജൻ ആറ്റം ഉണ്ടോ, അതും കൂടെ ചേർത്ത് എഴുതുന്നതാണ് നമ്മൾ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്. ഈ ചെയിൻ ഐസോമസിനകത്ത് നമ്മൾ അവരുടെ സ്ട്രക്ചറിന് വ്യത്യാസം വരുവാണ്. സ്ട്രേറ്റ് ചെയിനും അല്ലെങ്കിൽ ബ്രാഞ്ചഡുമാണ് സെയിം മോളിക്കുലർ ഫോർമുല ആണെങ്കിൽ അവരെയാണ് നമ്മൾ ചെയിൻ ഐസോമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഐസോമേഴ്സ് ഡിഫർ ഇൻ carbon chain or skeleton are called chain isomers and the phenomenon is called chain isomerism. ഇവിടെ പെൻറ്റൈൻ്റെ സ്ട്രേറ്റ് ചെയിനും നമ്മൾ വരച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ബ്രാഞ്ചഡ് ആയിട്ടുള്ളതും വരച്ചിട്ടുണ്ട്. ഇവിടെ കാർബൺ ആറ്റങ്ങൾ സെയിം ആണ്, രണ്ടിലും ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണവും സെയിം ആണ്. ഈ പൊസിഷൻ ഐസോമേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്യുന്ന സബ്സ്റ്റിറ്റ്യൂണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതായിരുന്നാലും അവരുടെ പൊസിഷൻ ഡിഫറെൻ്റ് ആയിട്ട് വരുവാണെങ്കിൽ അവയെയാണ് നമ്മൾ പൊസിഷൻ ഐസോമസം അല്ലെങ്കിൽ പൊസിഷൻ ഐസോമസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്കൂ, രണ്ടാമത്തെ പൊസിഷനിലാണ് OH ഗ്രൂപ്പ് വന്നിരിക്കുന്നത്, ഇവിടെ ഒന്നാമത്തെ പൊസിഷനിലാണ് OH ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, പൊസിഷൻ ഐസോമസ് ആണ്. ഇവിടെ OH ഫസ്റ്റ് പൊസിഷനിലായിരുന്നു, ഇവിടെ OH സെക്കൻഡ് പൊസിഷനിലായിരുന്നു. അപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ പൊസിഷന് വ്യത്യാസം വരുന്നവയാണ്. ഒരേ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയിരിക്കും, പക്ഷേ അവരുടെ പൊസിഷൻ മാറിയാണ് വരുന്നതെങ്കിൽ അവരെ പൊസിഷൻ ഐസോമസ് എന്ന് വിളിക്കും. ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമസ് എന്ന് പറയുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പിന് വ്യത്യാസം വരുന്ന ഐസോമസിനെയാണ് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമസ് എന്ന് പറയുന്നത്. പക്ഷേ അവിടെ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും. C2H6OA 2 കാർബണും 6 ഹൈഡ്രജനും 1 ഓക്സിജനും അല്ലേ. എത്തനോൾ OH ഗ്രൂപ്പ് വരുന്ന ഒരു ഐസോമർ ഉണ്ട്, അതുപോലെ തന്നെ ആൽക്കോക്സി ഗ്രൂപ്പ് വരുന്ന ഒരു ഐസോമർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് ഡിഫറൻറ്റ്, രണ്ടിലും കാർബൺ ആറ്റങ്ങളുടെ എണ്ണം സെയിം ആണ്, ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം സെയിം ആണ്, ഓക്സിജൻ ആറ്റങ്ങളുടെ എണ്ണവും സെയിം ആണ്. പക്ഷേ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് മാത്രമാണ് ഡിഫർ ചെയ്തിരിക്കുന്നത്, വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഫങ്ഷണൽ ഗ്രൂപ്പ് വ്യത്യസ്തപ്പെട്ടും മോളിക്കുലർ ഫോർമുല സെയിമും ആണെങ്കിൽ അവയാണ് നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമസം എന്ന് വിളിക്കുന്നത്. ഇനി മെറ്റാമർസം എന്ന് പറയുന്നത് കൂടുതലും ഈതേഴ്സ് കാണിക്കുന്നത്. ഈതേഴ്സ് എന്ന് പറഞ്ഞാൽ ആൽക്കോക്സി ഗ്രൂപ്പ്, ഈതേഴ്സ് കാണിക്കുന്നതാണ് കൂടുതലും മെറ്റാമർസം. ഐസോമസ് വിച്ച് ഡിഫർ ഇൻ കാർബൺ ചെയിൻ അറൗണ്ട് ദി ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പിന് ചുറ്റുമുള്ള കാർബൺ ആറ്റങ്ങളുടെ എണ്ണത്തിന് വ്യത്യാസം വരുന്നവയാണ് നമ്മൾ മെറ്റാമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇവിടെ നോക്കും, മോളിക്കുലർ ഫോർമുല തന്നിട്ടുണ്ട് C5H12OA 5 കാർബണും 12 ഹൈഡ്രജൻ 1 ഓക്സിജനും. നമുക്ക് 2 രീതിയിൽ എഴുതാം. ഒന്നെന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ 1 കാർബണെ വെച്ചുകൊണ്ട് ഓക്സിജൻ നമ്മുടെ ആൽക്കോക്സി ഗ്രൂപ്പ്, ബാക്കി കാർബൺ ആറ്റങ്ങളെ ഫില്ല് ചെയ്ത് എഴുതാം. ഇതൊരു രീതി. ഇവിടെ നോക്ക്, ഈ ഓക്സിജൻ്റെ ലെഫ്റ്റ് സൈഡിൽ 1 കാർബണും റൈറ്റ് സൈഡിൽ 4 കാർബണും, ഇതൊരു രീതിയിൽ എഴുതാം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ 2 കാർബൺ ആറ്റങ്ങളും റൈറ്റ് സൈഡിൽ 3 കാർബൺ ആറ്റങ്ങളും വെച്ച് നമുക്ക് എഴുതാം. ഇങ്ങനെ 2 രീതിയിൽ ഇവയെ കാണിക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിന് ചുറ്റും ഡിഫറായിട്ട് ഇരിക്കുന്നതാണ് നമ്മൾ മെറ്റാമേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഫിനോമിനയാണ് നമ്മൾ മെറ്റാമേഴ്സ് വിളിക്കുന്നത്. അപ്പോൾ ഐസോമേഴ്സ് വിച്ച് ഡിഫർ ഇൻ ദി കാർബൺ ചെയിൻ എറൗണ്ട് ദി ഫങ്ഷണൽ ഗ്രൂപ്പ് ആർ കോൾഡ് മെറ്റാമേഴ്സ്. അപ്പോൾ നൈട്രജനെ എസ്റ്റിമേഷൻ ചെയ്യാൻ 2 മെത്തേഡുണ്ട്. ജഡാൽസ് മെത്തേഡുണ്ട്, ഡൂമാസ് മെത്തേഡുണ്ട്. നമ്മളിവിടെ ജഡാൽസ് മെത്തേഡാണ് നോക്കുന്നത്. ഹിയർ ദി ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്നിങ് നൈട്രജൻ ഈസ് ഹീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. നൈട്രജൻ അടങ്ങിയ ഓർഗാനിക് കോമ്പൗണ്ടിനെ നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വെച്ച് ഹീറ്റ് ചെയ്യുന്നു. നൈട്രജൻ ഇൻ ദി കോമ്പൗണ്ട് ഗെറ്റ്സ് കൺവേർട്ടഡ് ടു അമോണിയം സൾഫേറ്റ്. കോമ്പൗണ്ടിലുള്ള നൈട്രജന് അമോണിയം സൾഫേറ്റായി മാറുന്നു. The resulting acid mixture is then heated with excess of sodium hydroxide. അവിടെ ഉണ്ടാകുന്ന ആസിഡ് മിശ്രിതം നമ്മൾ പിന്നെയും എക്സസ് ആയിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH വെച്ച് ചൂടാക്കുന്നു. ദി ലിബറേറ്റഡ് അമോണിയം ഗ്യാസ് ഇസ് അബ്സോർബ്ഡ് ഇൻ എക്സസ് ഓഫ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്. അവിടെ ലിബറേറ്റ് ചെയ്യപ്പെട്ട അമോണിയം ഗ്യാസ് നമ്മൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് വെച്ച് അബ്സോർബ് ചെയ്യപ്പെടുന്നു. ദി എമൗണ്ട് ഓഫ് അമോണിയ പ്രൊഡ്യൂസ്ഡ് ഈസ്, എത്രമാത്രം അമോണിയ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത് ബൈ എസ്റ്റിമേറ്റിംഗ് ദി എമൗണ്ട് ഓഫ് സൾഫ്യൂരിക് ആസിഡ് കൺസ്യൂംഡ് ഇൻ ദി റിയാക്ഷൻ. റിയാക്ഷനിൽ എത്രമാത്രം സൾഫ്യൂരിക് ആസിഡ് കൺസ്യൂം ചെയ്യപ്പെട്ടു എന്നതിൻ്റെ എമൗണ്ട് വെച്ചാണ് നമ്മൾ എത്രമാത്രം അമോണിയ
പ്രൊഡ്യൂസ് ചെയ്തു എന്ന് കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് ഡൺ ബൈ എസ്റ്റിമേറ്റിംഗ് അൺറിയാക്റ്റഡ് സൾഫ്യൂരിക് ആസിഡ് left after the absorption of ammonia by titrating it with standard alkali solution. റിയാക്ട് ചെയ്യപ്പെടാത്ത സൾഫ്യൂരിക് ആസിഡ് നമ്മൾ സ്റ്റാൻഡേർഡ് ആൽക്കലി സൊല്യൂഷന് നേരെ വെച്ച് ടൈട്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് അറിയാൻ സാധിക്കുന്നത്. ജഡാൽസ് മെത്തേഡ്. Here the organic compound containing nitrogen is heated with a concentrated sulfuric acid. Nitrogen in the compound gets converted to ammonium sulfate. The resulting acid mixture is then heated with the excess of sodium hydroxide. The liberated ammonia gas is absorbed in an excess of standard solution of sulfuric acid. The amount of ammonia produced is determined by estimating the amount of sulfuric acid consumed in the reaction. It is done by estimating unreacted sulfuric acid left after the absorption of ammonia by titrating it with standard alkali solution. അടുത്തത് ലസൈൻസ് ടെസ്റ്റ് ആണ്. നമുക്ക് തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിൽ നൈട്രജൻ, സൾഫർ, ഹാലജൻസ് ഉണ്ടോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ലസൈൻസ് ടെസ്റ്റ്. ഇതിൽ ആദ്യം നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിൽ ഒരു ഫ്യൂഷൻ ട്യൂബിൽ എടുക്കുന്നു, മെറ്റാലിക് സോഡിയം ഇട്ട് അതിനെ ഒരുക്കുന്നു, ഫ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് അത് നമ്മളൊരു ചൈന ഡിഷിൽ ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്തിട്ട് ഇത് അതിലേക്ക് പ്ലഞ്ച് ചെയ്യുന്നു. എന്നിട്ട് ഈ സൊല്യൂഷൻ നമ്മൾ നല്ല രീതിയിൽ ആ ചൈന ഡിഷിനുള്ള ആ സൊല്യൂഷന് നല്ലപോലെ ബോയിൽ ചെയ്യുന്നു, തിളപ്പിക്കുന്നു. എന്നിട്ട് അത് ഫിൽട്ടർ ചെയ്യുന്നു. ഈ ഫിൽട്രേറ്റിനെയാണ് നമ്മൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിനെ ഓരോ സ്മോൾ പാർട്ട് എടുത്തിട്ട് നമ്മൾ അതിനകത്തേക്ക് ഓരോ ടെസ്റ്റിന് വേണ്ടി ഓരോ ലിക്വിഡ്സ് അല്ലെങ്കിൽ ഓരോ സൊല്യൂഷൻസ് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു പാർട്ട് എടുത്തിട്ട് അതിലേക്ക് ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഫെറസ് സൾഫേറ്റ് ആഡ് ചെയ്യുന്നു, ചൂടാക്കുന്നു, തിളപ്പിക്കുന്നു, അതിന് ശേഷം തണുപ്പിക്കുന്നു. എന്നിട്ട് അതിൻ്റെ കോൺസെൻട്രേറ്റ് H2SO4 ഒഴിക്കുന്നു. അപ്പോൾ അവിടെ ബ്ലൂ ഓർ ഗ്രീൻ കളറേഷൻ അല്ലെങ്കിൽ ഒരു പ്രസിപ്പിറ്റേറ്റാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ പ്രസൻസ് ഓഫ് നൈട്രജൻ എന്ന് പറയാം. ഇനി രണ്ടാമതായിട്ട് ഒരു ലിറ്റിൽ ഓഫ് ദി സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എടുക്കുന്നു, അതിനകത്തേക്ക് നൈട്രിക് ആസിഡ് ഒഴിക്കുന്നു. എന്നിട്ട് അതിലേക്ക് സിൽവർ നൈട്രേറ്റ് AgNO3 സൊല്യൂഷനും ആഡ് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്നത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. അത് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടിയാൽ പോരാ, അത് അമോണിയം ഹൈഡ്രോക്സൈഡ് NaH4OH സോലുബിൾ ആണെങ്കിൽ അത് പ്രസൻസ് ഓഫ് ക്ലോറിൻ എന്ന് നമുക്ക് പറയാം. ഇനിയും കിട്ടിയത് പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണ്. അത് NH4OH അമോണിയം ഹൈഡ്രോക്സൈഡിൽ കുറച്ച് മാത്രം സ്ലൈറ്റ്ലി സോലുബിൾ ചെയ്യുന്നുള്ളെങ്കിൽ അത് പ്രസൻസ് ഓഫ് ബ്രോമിൻ ആണ്. ഇനി നമുക്ക് കിട്ടിയത് യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ NH4OH ഇൻസോലുബിൾ ആണ്, ലയിക്കുന്നുമില്ല എങ്കിൽ അത് പ്രസൻസ് ഓഫ് അയഡിൻ ആണ്. അപ്പോൾ ഈ കേസിൽ 3 ഇത് വരാം ഒബ്സർവേഷൻസ് നമുക്ക് കാണാൻ സാധിക്കാം. ഒരു ലിറ്റിൽ ഓഫ് ദി സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എടുക്കുന്നു, അതിനെ നൈട്രിക് ആസിഡ് ഒഴിച്ച് അസിഡിഫൈ ചെയ്യുന്നു, അതിലേക്ക് സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ ഒഴിക്കുന്നു. എന്നിട്ട് നോക്കൂ, വൈറ്റ് പ്രസിപ്പിറ്റേറ്റാണ് കിട്ടുന്നത്. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് അമോണിയം ഹൈഡ്രോക്സൈഡ് സോലുബിൾ ആണെങ്കിൽ പ്രസൻസ് ഓഫ് ക്ലോറിൻ. ഇനി പെയിൽ യെല്ലോ പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ കിട്ടിയത് അത് കുറച്ച് മാത്രമേ NH4OH സോലുബിൾ ആവുന്നുള്ളെങ്കിൽ പ്രസൻസ് ഓഫ് ബ്രോമിൻ ആണ്. ഇനി യെല്ലോ പ്രസിപ്പിറ്റേറ്റാണ് കിട്ടിയത്, അത് NH4OH അമോണിയം ഹൈഡ്രോക്സൈഡ് സോലുബിൾ ആവുന്നില്ല എങ്കിൽ പ്രസൻസ് ഓഫ് അയഡിൻ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി വേറെ ഒരു കുറച്ച് പാർട്ട് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എടുക്കുക, അതിലേക്ക് സോഡിയം നൈട്രോപ്രസ്യൂഡ് സൊല്യൂഷൻ ഒഴിക്കുക. അത് വയലറ്റ് കളറേഷൻ ആണ് ഉണ്ടാവുന്നതെങ്കിൽ പ്രസൻസ് ഓഫ് സൾഫർ ആണ്. അപ്പോൾ ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഫെറസ് സൾഫേറ്റ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിൽ ആഡ് ചെയ്ത് അതിലേക്ക് തന്നെ ചൂടാക്കി ബോയിൽ ചെയ്ത് കൂൾ ചെയ്ത ശേഷം അസിഡിഫൈഡ് വിത്ത് കോൺസെൻട്രേറ്റ് H2SO4 ബ്ലൂ ഓർ ഗ്രീൻ കളറേഷൻ ഓഫ് പ്രസിപ്പിറ്റേറ്റ് ആണെങ്കിൽ പ്രസൻസ് ഓഫ് നൈട്രജൻ. A little of the sodium fusion extract is acidified with nitric acid and then adds silver nitrate AgNO3 solution. White precipitate soluble in ammonium hydroxide, presence of chlorine. Pale yellow precipitate slightly soluble in NH4OH, presence of bromine. Yellow precipitate insoluble in NH4OH, presence of iodine. To a little of the sodium fusion extract, add sodium nitropursued solution. വയലറ്റ് കളറേഷൻ ആണെങ്കിൽ പ്രസൻസ് ഓഫ് സൾഫർ ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. താങ്ക്